ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവവചനത്തിൻ്റെ മുമ്പാകെ കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന കർത്താവിനെപ്പറ്റി ഇന്നലെ നാം ചിന്തിച്ചു. ശിക്ഷ വിധിക്കുന്നവൻ യേശുക്രിസ്തുവാണ്. അതുമാത്രമല്ല, നീതീകരിക്കുന്നവനും യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മുഖാന്തരം നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും നമ്മെ കുറ്റപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. ഈ വിഷയങ്ങളൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. 35-ാം വാക്യം, 8-ാം അധ്യായം 35-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? 36-ാം വാക്യം: നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ പ്രാധാന്യമുള്ള ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ചില വാക്കുകളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാർ? എൻ്റെ 35 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ധാരാളം ചോദ്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ സ്ഥലത്തു നിന്നുള്ളവരിൽ നിന്നും ഞാൻ അഭിമുഖീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് നീ ജനിച്ചു വളർന്ന ആ സാഹചര്യം വിട്ട് നീ ഇന്ന് ഈ വിധത്തിൽ തൻ്റെ കുടുംബത്തിനും തൻ്റെ പ്രിയപ്പെട്ടവർക്കും അപമാനമുണ്ടാക്കിക്കൊണ്ട് പോയിരിക്കുന്നത്? എന്തുകൊണ്ട് നിനക്ക് തിരിച്ചു വന്നുകൂടാ? എനിക്കും ആഗ്രഹമുണ്ട് ചിലപ്പോൾ തിരിച്ചു വന്നാലോ എന്നൊക്കെ മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? വളരെ ശ്രദ്ധിക്കുക. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ മേൽ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ നിർബന്ധമല്ല, കുടുംബത്തിലുള്ള മറ്റാരുടെയോ ഭാര്യയുടെയോ മക്കളുടെയോ നിർബന്ധമല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. കാൽവരി ക്രൂശിലെ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കുവാനിടയായി. ഞാൻ എൻ്റെ ഹൃദയം കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തു: ഈ കർത്താവില്ലാതെ എനിക്കിനി ജീവിതമില്ല. ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സ്വന്തം കുടുംബക്കാരുമായി അതുപോലെ അവരുടെ പാരമ്പര്യമൊക്കെ ആയിട്ട് ഇടപഴകി പോവുക എന്നുള്ളത്. എന്നാൽ എനിക്കത് കഴിയത്തില്ല. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരു വ്യക്തി, കർത്താവ് പറയുന്നത് പോലെ നടക്കാൻ കഴിയത്തുള്ളൂ. അവിടെ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യന്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. അത് മാതാപിതാക്കളാകട്ടെ, ഗുരുജനങ്ങളാകട്ടെ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു: ഈ ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ഞാൻ ജീവിക്കും. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തിലില്ല. 2000 വർഷങ്ങളായി ക്രിസ്തീയ സഭ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. എത്രയോ പേരെ 1-ാം നൂറ്റാണ്ട് മുതൽ കൊന്നൊടുക്കി എന്നറിയാമോ? ഇന്നും ദൈവസ്നേഹം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ വടക്കേ ഇന്ത്യയുടെ തെരുവുകളിൽ മൃഗങ്ങളെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. അവർക്ക് ആരോഗ്യമുള്ളവരാണ്, അവർക്ക് പ്രതികരിക്കാനായിട്ട് കഴിയും. ഈ തല്ലുന്നവനിട്ട് തിരിച്ചു തല്ലാനുള്ള ശക്തിയുമുണ്ട്. എന്നാൽ പ്രിയരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഉപദ്രവമോ, സങ്കടമോ, കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ എന്തും സഹിക്കുവാൻ 1-ാം നൂറ്റാണ്ടിൽ വാളായിരുന്നെങ്കിൽ ഇന്ന്
അതിനു പകരം തോക്ക് എത്തിക്കഴിഞ്ഞു. തോക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവേ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മരിച്ച ധാരാളം ദൈവദാസന്മാരുണ്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ സ്നേഹം ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 3:16 സ്നേഹത്തിന്റെ വാക്യമാണല്ലോ. തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് വലിയവനായി ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു, ഞങ്ങൾ തലകളെ വണക്കുന്നു, പൂർണ്ണമായി ദൈവത്തിന് മുമ്പാകെ വീണുകിടക്കുവാൻ തയ്യാറാണ്. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർതിരിക്കുവാൻ ഒരു ശക്തിക്കും ഈ ഭൂമിയിൽ കഴിയുകയില്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയരെ, നിങ്ങൾ ഒരു ദൈവമകനാണെങ്കിൽ എത്ര പ്രതികൂലവും പ്രതിസന്ധികളും ഉണ്ടാകട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങളെ വേർതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിലേക്ക് കടന്നു വരിക, തങ്ങളുടെ ജീവിതം പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുക. ആരെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്രകാരം പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ ഒരു ദാസനായി, ശിഷ്യനായി, ഒരു രക്തസാക്ഷിയായി തീരുന്നതിലുപരിയായ സന്തോഷം സ്വർഗത്തിനില്ല, ദൈവമക്കൾക്കില്ല. കേൾവിക്കാരായ ഓരോരുത്തരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്വർഗപിതാവേ, നിന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം. ആ സ്നേഹത്താൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ വേർതിരിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ എല്ലാ മാനവും മഹത്വവും നിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.